മരണത്തിനും ജീവിതത്തിനുമിടയിൽ ആകെ ഒരു കൈപ്പാട് അകലം മാത്രം. വെള്ളക്കെട്ടിന് മുകളിലേക്ക് പൊങ്ങി വന്ന ആ രണ്ട് കൈകൾ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ന് തിരുവല്ല കേൾക്കുന്നത് വലിയൊരു ദുരന്ത വാർത്തയാകുമായിരുന്നു. എന്നാൽ അവിടെ ദൈവത്തെ പോലെ രണ്ടുപേർ അവതരിച്ചു. 65 വയസ്സുള്ള ഇന്ദിരാമ്മയ്ക്ക് അവർ നൽകിയതൊരു പുനർജന്മമാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിയോടെ തിരുവല്ല കിഴക്കുമുറിയിലാണ് സിനിമാ കഥകളെ പോലും വെല്ലുന്ന ഈ സംഭവം നടന്നത്. വാഴയിൽ പടിക്കൽ സ്വദേശിയായ ഇന്ദിരാമ്മ ക്ഷേത്രത്തിലെ ആവശ്യത്തിനായി എരിക്കു പറിക്കാൻ വേണ്ടിയാണ് ആളൊഴിഞ്ഞ പ്രദേശത്തെ ആ വെള്ളക്കെട്ടിലേക്ക് ഇറങ്ങിയത്. എന്നാൽ അപ്രതീക്ഷിതമായി അവർ ആഴങ്ങളിലേക്ക് മുങ്ങി താഴുകയായിരുന്നു. ശ്വാസം കിട്ടാതെ കരയാൻ പോലും ആവാതെ ആ അമ്മ മരണത്തോട് പോരാടി. ആ സമയമാണ് ഒരു കാർ ആ വഴി കടന്നുപോയത്. ഉള്ളിൽ 2 പേരുണ്ടായിരുന്നു. കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മെഡിക്കൽ വിദ്യാർത്ഥിയായ വെറും 19 വയസ്സുകാരൻ അഭിനവും ബന്ധുവായ സുനീഷ് കുമാറും. പെട്ടെന്നാണ് ആളൊഴിഞ്ഞ ആ വെള്ളക്കെട്ടിൽ ഒരു കൈ മാത്രം പൊങ്ങിത്താഴുന്നത് അഭിനവിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. മറ്റൊന്നും ആലോചിക്കാതെ വണ്ടി നിർത്തിയ ഉടനെ 19കാരനായ അഭിനവ് ആ വെള്ളക്കെട്ടിലേക്ക് ഒരൊറ്റ ചാട്ടം. ജീവൻ തിരിച്ചു പിടിക്കാനുള്ള ആ അമ്മയുടെ അവസാന ശ്രമമായിരുന്നു അത്. വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന ഇന്ദിരാമ്മയെ അഭിനവ് തൻ്റെ ചുമലിലേറ്റി പകുതിയോളം നീന്തി. പിന്നാലെ സുനീഷ് ഒപ്പം ചേർന്നതോടെ ആ അമ്മയെ അവർ സുരക്ഷിതമായി കരക്കെത്തിച്ചു. നിമിഷങ്ങളുടെ വ്യത്യാസത്തിലാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. ഇപ്പോൾ ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് ഇന്ദിരാമ്മയും കുടുംബവും. ഞാൻ ഇല പറിക്കാൻ പോയത്, എരിക്കിൻ്റെ ഇല പറിക്കാൻ പോയപ്പോൾ അവിടെ വെള്ളം ഉണ്ടായിരുന്നു. അത് ഇച്ചിരി അങ്ങോട്ട് പറിക്കാൻ ചെന്നപ്പോഴത്തേന് പറിക്കുന്നതിന് മുമ്പ് തന്നെ കാല് തെന്നി താഴെ പോയി. പിന്നെ ഇവർ വന്ന് പൊക്കിയെടുത്തു. അഭിനവിൻ്റെയും സുനീഷിൻ്റെയും ഈ ധീരതയറിഞ്ഞ് വാർഡ് കൗൺസിലർ ത്രിലോക്നാഥ്, മുൻ നഗരസഭാ ചെയർമാൻ ആർ ജയകുമാർ എന്നിവരുൾപ്പെടെ 100 കണക്കിന് ആളുകളാണ് അവരെ അഭിനന്ദിക്കാൻ വീട്ടിലെത്തിയത്.